അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സേമിയ പായസത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഗസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ആ ഗസ്റ്റിനെയും കൂട്ടി ഞങ്ങൾ 3 ഫാമിലി ബാംഗ്ലൂർ ടു മൈസൂർ പോവുകയാണ്. അപ്പോൾ സാറ്റർഡേ ഈവനിങ് ആണിത്. സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ ഫാസ്ടാഗ് ഒക്കെ ഒട്ടിച്ചു. വന്നിരിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. അപ്പോൾ ഏതായാലും ഒരു ലോങ് ജേർണി പോകുമല്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോവുകയാണ്. സൺഡേ ഞങ്ങൾക്ക് മാസം മിക്കവാറും മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സാറ്റർഡേ കുർബാനയ്ക്ക് പോയി. അപ്പോൾ ഫാസ്ടാഗ് ഒട്ടിക്കേണ്ടത് എങ്ങനെയാണ് കേട്ടോ, കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒട്ടിക്കേണ്ടത്. മേൽഭാഗത്ത് സെൻറ്ററിലായിട്ട് ആണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ പള്ളി ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് കുർബാന പതിവ് സമയത്തിൽ മുന്നേ ആയിരുന്നു. ഒരു കല്യാണ കുർബാന, വിളിക്കാത്ത ഒരു കല്യാണ കുർബാനയൊക്കെ കൂടി ഞങ്ങളിങ്ങ് പോന്നു. എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന് കേട്ടാൽ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പാക്കിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഏതായാലും ഉറക്കവും വരുന്നില്ല. പാക്കിംഗ് ഒക്കെ റെഡി ആക്കിയിട്ട് ഇനി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ പാക്കിംഗ് ഒക്കെ നടത്തി. മണി 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിവിടെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, ഇതാ ഡേറ്റ്സൊക്കെ കുരു കളഞ്ഞ് ബദാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുരുവൊക്കെ മാറ്റി വെച്ചു. കുരുവും കളഞ്ഞു, ഞെട്ടും കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വണ്ടിക്കകത്തിരുന്ന് അതൊക്കെ കളയാൻ. അപ്പോൾ അത് റെഡി. പിന്നെ അടുക്കളയിൽ ഇതാ ഇഡലി വെന്തുകൊണ്ടിരിക്കുന്നു. ഇത് പഞ്ചസാരയിട്ട് ഇതും കൊണ്ടുപോകണം. അപ്പോൾ അത് ഇഡലിക്കകത്ത് ഇതുപോലെ ഇച്ചിരി പഞ്ചസാര ആക്കിയിട്ട് സ്പൂൺ ഫോർക്കൊക്കെ വെച്ചാൽ കൈ പറ്റിക്കാതെ നമ്മൾ പോകുമ്പോൾ കഴിക്കാം. നമ്മളെവിടെയാണ് പോകുന്നത്? നമ്മളെവിടെയാണ് പോകുന്നത്? ഹായ് എന്ന് പറഞ്ഞേ. ഹായ്. നേരം 6:45 ആയതേ ഉള്ളൂ. 2 ഫാമിലിയും കൂടെ വരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. വെയിറ്റിംഗ് ടൈം നമ്മുടെ ഫോട്ടോ സെക്ഷൻ്റെ ടൈമാണല്ലോ. അപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസാണ്. ഞങ്ങൾ കാത്തിരുന്ന ടോജോയുടെ ഫ്രണ്ട് രാകേഷിൻ്റെയും ചേട്ടൻ രാജേഷ് ചേട്ടൻ്റെയും ഫാമിലി എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. കസ്തൂരി നഗർ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ എഴുതി. ചേട്ടൻ പൊങ്ങി. ഗുബലുമില്ല. എന്താ പുറകിലൊരു ശബ്ദം? ഇതെന്താ ഇവിടെ? ഇതെന്താ ഇവിടെ? കാലൊക്കെ താഴെ വയ്ക്ക. വഴി കണ്ടൊരു സൂപ്പർ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ അവിടെയുള്ള സ്റ്റാച്ചു ഒക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉടനെ ഇനാഗ്രേഷനുള്ള ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ആയിരിക്കും. പക്ഷേ ബോർഡെല്ലാം കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊന്നും വായിക്കാൻ പറ്റില്ലല്ലോ, മനസ്സിലാവുന്നുമില്ല.
ബിസ്ക്കറ്റ് കാണിച്ചാൽ അറിയാം. ഓക്കെ, എടുത്തല്ലോ. ഇതല്ലേ മറിയുടെ ബിസ്ക്കറ്റ് എടുത്തു. മറിയ വായിലോട്ടും കൂടെ വെച്ചു. എടുത്തു. മറിയ അല്ല, ഇതിനകത്ത് മുളകൊക്കെ കാണുന്നുണ്ടല്ലോ. അത് കഴിക്കുക. അറിയില്ല, കഴിച്ചു നോക്കണം. ഗീ റോസ്റ്റ്. പൊട്ടിക്ക്. തൊപ്പി പോലെ ഇരിക്കുന്നത് മൗണ്ടൻ. ലെറ്റ്സ് ഗോ ഓവർ ദ മൗണ്ടൻ. ഇത് കണ്ട മറിയക്കുട്ടി അത് പൊട്ടിക്കുന്നില്ലേ? അടിച്ചു പൊട്ടിക്കുന്നില്ല. അപ്പുറത്തൊക്കെ വെച്ച് പൊട്ടിക്ക. അവനോട് ചോദിച്ചിട്ട് പൊട്ടിക്കില്ലേ ഇനി ഇവിടെ കിടന്ന്. ഇങ്ങോട്ട് നോക്കണ്ടവരൊക്കെ നോക്കിക്കോ. ഓക്കെ ഓക്കെ, ഇത്ര ക്ലിയർ അല്ലായിരുന്നു. വെറുതെ അപ്പടി ഇരുട്ട. ഇത് മറ്റേ ഈ റവ ഇഡലി ഇല്ലേ, റവ ഇഡലിയുടെ സെയിം. ദേ പോയ വഴിക്ക് കേരളത്തിൻ്റെ സ്വന്തം കണ്ണൂർ, ബാംഗ്ലൂർ, മൈസൂർ ഒരു ബസ്. എന്തൊരു സന്തോഷം. കന്നഡയ്ക്ക് ഇടയ്ക്ക് ഒരു മലയാളം ബോർഡ് ഇരിക്കട്ടെ. മറിക്കുട്ടിയെ ക്യാപ്പ് വെച്ചോ. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ മൈസൂർ സൂവിലെത്തി. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.